Chapter 2 Notion of Binding Time. Previous video നമ്മൾ binding എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. What do you mean by binding? Binding is an association between two things. Binding example നമ്മൾ കണ്ടിരുന്നു. How can we bind a name with an object? Suppose we are taking an example. Int a is equal to 5. 5 is object which is binded to the name a. അതുപോലെ a എന്ന് പറഞ്ഞ വേരിയബിൾ നെയിമിന് ഒരു മെമ്മറി ലൊക്കേഷൻ കാണും, അതിനൊരു അഡ്രസ്സ് കാണും. ആ അഡ്രസ്സ് എന്താണ്? ആ അഡ്രസ് ഇസ് ഓൾസോ ബൈൻഡഡ് ടു ദി വേരിയബിൾ നെയിം എ. അതുപോലെ ഫംഗ്ഷൻ ബൈൻഡിങ് എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. നെക്സ്റ്റ് ഇസ് ബൈൻഡിങ് ടൈം. ബൈൻഡിങ് ടൈം മീൻസ് ദ ടൈം അറ്റ് വിച്ച് ദ ബൈൻഡിങ് ഇസ് ക്രിയേറ്റഡ്. ഇനി സപ്പോസ് ഞാനിപ്പോൾ ഒരു പുതിയൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻവെൻറ്റ് ചെയ്യാൻ പോവാണ്. C++ പോലെ ഒരു പുതിയൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പുതിയൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻവെൻറ്റ് ചെയ്യുമ്പോൾ അതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഡിഫറെൻറ്റ് ബൈൻഡിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ബൈൻഡിങ് ആണ് ലാംഗ്വേജ് ഡിസൈൻ ടൈം ബൈൻഡിങ്. ലാംഗ്വേജ് ഡിസൈൻ ടൈം ബൈൻഡിങ്ങിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് ആവശ്യമായിട്ടുള്ള കൺട്രോൾ സ്ട്രക്ചേഴ്സ് നമുക്ക് വേണം, കൺട്രോൾ കൺസ്ട്രക്ട്സ് നമുക്ക് വേണം. അതായത് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു ലൂപ്പ് എക്സെട്ര. അതുപോലെ നമ്മുടെ ആ പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്സ്, ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ, അങ്ങനെയുള്ള ഡേറ്റ ടൈപ്സ് എന്തൊക്കെയാണ്, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലാംഗ്വേജ് ഡിസൈൻ ടൈം ബൈൻഡിങ്. നെക്സ്റ്റ് ഇസ്, അപ്പോൾ ലാംഗ്വേജ് ഡിസൈൻ ടൈം ബൈൻഡിങ് കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻ ടൈം ബൈൻഡിങ്. ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻ ടൈം ബൈൻഡിങ്ങിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ പുതുതായിട്ട് ഇൻവെൻറ്റ് ചെയ്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന ഇൻറ്റിൻ്റെ സൈസ് എത്രയായിരിക്കും? 2 ബൈറ്റ് ആണോ, 3 ബൈറ്റ് ആണോ? ഫ്ലോട്ടിൻ്റെ സൈസ് എത്രയായിട്ട് ഫിക്സ് ചെയ്യാം? ക്യാറിൻ്റെ സൈസ് എത്രയായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം? അതുപോലെ ഒരു സ്റ്റാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റാക്കിൻ്റെ ഓവർഫ്ലോ എത്ര സൈസ് എത്തുമ്പോഴായിരിക്കാം? അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ യൂസർ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ ആ വേരിയബിളിൻ്റെ അലവബിൾ ലെങ്ത് എത്രയാണെന്നൊക്കെ ഫിക്സ് ചെയ്യുന്നതാണ് ഇവിടെ ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻ ടൈമിൽ. അപ്പോൾ ലാംഗ്വേജ് ഡിസൈൻ ടൈമും ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻ ടൈമും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ലാംഗ്വേജ് ഡിസൈനായി കിട്ടി. ആ ലാംഗ്വേജ് വെച്ച് നമുക്ക് എന്തെഴുതാം? ഒരു പ്രോഗ്രാം എഴുതാം. ദാറ്റ് ഇസ് പ്രോഗ്രാം റൈറ്റിംഗ് ടൈം. ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? യൂസറിനൊരു അല്ലെങ്കിൽ പ്രോഗ്രാമറിനൊരു പ്രോഗ്രാം എഴുതാം. ദാറ്റ് ഇസ് പ്രോഗ്രാം റൈറ്റിംഗ് ടൈം. നെക്സ്റ്റ് ഇസ് കമ്പൈൽ ടൈം. കമ്പൈൽ ടൈം മീൻസ് ആസ് യൂഷ്വൽ ഹൈ ലെവൽ ലാംഗ്വേജിനെ നിങ്ങൾ ആ ന്യൂ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച് എഴുതിയ ആ പ്രോഗ്രാം, ഹൈ ലെവൽ ലാംഗ്വേജുള്ള ആ പ്രോഗ്രാമിനെ മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, ലോ ലെവൽ ലാംഗ്വേജ് ആക്കുന്നു. നെക്സ്റ്റ് ഇസ് ലിങ്ക് ടൈം ബൈൻഡിങ്. ലിങ്ക് ടൈം ബൈൻഡിങ്ങിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ആ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാമിനകത്ത് 5 ഫംഗ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 5 ഫംഗ്ഷൻസിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പൈൽ ചെയ്യുന്നത്. ആ സെപ്പറേറ്റ് ആയിട്ട് കമ്പൈൽ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലിങ്ക് ചെയ്യും. ആ 5 ഫംഗ്ഷൻസിനെ സെപ്പറേറ്റ് ആയിട്ട് കമ്പൈൽ ചെയ്ത് അതിൻ്റെ 5 കിട്ടുന്ന ഒബ്ജക്റ്റ് ഫയൽസിനെ എന്ത് ചെയ്യും? നമ്മൾ ലിങ്ക് ചെയ്ത് ഒരു സിംഗിൾ എക്സിക്യൂട്ടബിൾ ഫയലാക്കി മാറ്റും. അതാണ് എന്ത്? ലിങ്ക് ടൈം ബൈൻഡിങ്. അതുപോലെ വേറൊരു ബൈൻഡിങ് ആണ്, നമ്മളൊരു പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൈബ്രറി ഫയൽസായിട്ട് നമ്മുടെ പ്രോഗ്രാമിനെ ലിങ്ക് ചെയ്യുന്നുണ്ട്. അതും എന്തിന് എക്സാമ്പിളാണ്? ലിങ്ക് ടൈം ബൈൻഡിങ്ങിന് എക്സാമ്പിളാണ്. ലിങ്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് ബൈൻഡിങ് ആണിത്, ലോഡ് ടൈം ബൈൻഡിങ്. ലോഡ് ടൈം ബൈൻഡിങ് ഇസ് ഡൺ ബൈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നു? ലിങ്ക് ടൈമിൽ ഔട്ട്പുട്ടായിട്ട് കിട്ടിയ ആ സിംഗിൾ എക്സിക്യൂട്ടബിൾ ഫയലിനെ മെമ്മറി റാമിൽ കൊണ്ടുവന്ന് ലോഡ് ചെയ്യുന്നു എക്സിക്യൂഷന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇസ് റൺ ടൈം ബൈൻഡിങ്. റൺ ടൈം ബൈൻഡിങ് എന്ന് വെച്ചാൽ എന്താ? ദ ടൈം അറ്റ് വിച്ച് ദ പ്രോഗ്രാം എക്സിക്യൂട്ട്. ആ ടൈമിലായിരിക്കും നമ്മൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷനൊക്കെ ചെയ്യുന്നത്. ചില പ്രോഗ്രാം റൺ ടൈം നമ്മൾ എന്ത് ചെയ്യും? ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ചെയ്യാറുണ്ട്. അതും എന്തിന് എക്സാമ്പിളാണ്? റൺ ടൈം ബൈൻഡിങ്ങിന് എക്സാമ്പിളാണ്. അപ്പോൾ ഒരു ബൈൻഡിങ്ങിനെ നമുക്ക് ജനറലി രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സ്റ്റാറ്റിക് ബൈൻഡിങ് അഥവാ ഏർലി ബൈൻഡിങ് ടൈം. സ്റ്റാറ്റിക് ബൈൻഡിങ് അഥവാ ഏർലി ബൈൻഡിങ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈൻഡിങ് ഒക്കേഴ്സ് ബിഫോർ റൺ ടൈം. എക്സിക്യൂഷന് മുന്നേ നടക്കുന്ന ബൈൻഡിങ്, അതായത് കമ്പൈൽ ടൈമിൽ നടക്കുന്ന ബൈൻഡിങ്ങിനെ നമുക്ക് എന്തെന്ന് പറയാം? സ്റ്റാറ്റിക് ബൈൻഡിങ് അഥവാ ഏർലി ബൈൻഡിങ് എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് ഡൈനാമിക് ബൈൻഡിങ് അഥവാ ലേറ്റ് ബൈൻഡിങ്. അതെന്ന് വെച്ചാൽ എന്താണ്? ദ ബൈൻഡിങ് ദാറ്റ് ഒക്കേഴ്സ് അറ്റ് റൺ ടൈം, ഡ്യൂറിങ് ദ റൺ ടൈം ഓർ ദ ലോഡ് ടൈം. അതിനാണ് എന്തെന്ന് പറയുന്നത്? ഡൈനാമിക് ബൈൻഡിങ് ഓർ ലേറ്റ് ബൈൻഡിങ്. അപ്പോൾ സ്റ്റാറ്റിക് ബൈൻഡിങ് അഥവാ ഏർലി ബൈൻഡിങ് ടൈമിൻ്റെ പ്രത്യേകത എന്താണ്? ബൈൻഡിങ് ഈസ് ഡൺ ഡ്യൂറിങ് ദി കമ്പൈൽ ടൈം.
ഡൈനാമിക് ബൈൻഡിങ് ഓർ ലേറ്റ് ബൈൻഡിങ് ടൈം എന്ന് വെച്ചാൽ എന്താ? The binding is done during or occurs during the run time. സ്റ്റാറ്റിക് ബൈൻഡിങ് വേഴ്സസ് ഡൈനാമിക് ബൈൻഡിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റാറ്റിക് അഥവാ ഏർലി ബൈൻഡിങ് ടൈം നമുക്കറിയാം, കമ്പൈൽഡ് ലാംഗ്വേജസ് ആണ് എന്ത്? സ്റ്റാറ്റിക് അഥവാ ഏർലി ബൈൻഡിങ് ടൈമിൽ വരുന്നത്. ഡൈനാമിക് അഥവാ ലേറ്റ് ബൈൻഡിങ് ടൈം അതെന്ന് വെച്ചാൽ ഓൾവേസ് ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജസ് ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം, സ്റ്റാറ്റിക് ബൈൻഡിങ്ങിൽ എന്താണ് ചെയ്യുന്നത്? സ്റ്റാറ്റിക് ബൈൻഡിങ്ങിൽ സിൻടാക്സും സിമാൻറ്റിക്സും ചെക്ക് ചെയ്യും. പിന്നെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഗ്ലോബൽ വേരിയബിൾസിൻ്റെ ചെക്കിംഗ് ഒരു തവണ മാത്രമേ ചെയ്യാറുള്ളൂ. അത് എപ്പോഴാണ് ചെയ്യുക? സ്റ്റാറ്റിക് ബൈൻഡിങ്ങിൻ്റെ ടൈമിലാണത് ചെയ്യുക. ഇനി ഡൈനാമിക് ബൈൻഡിങ് ടൈമിൽ എന്താ ചെയ്യുക? ഡൈനാമിക് ബൈൻഡിങ് ടൈമിൽ എന്താ ചെയ്യുക? അതായത് ഇപ്പോൾ നമ്മൾ സബ് റൂട്ടീൻ അതിനകത്ത് നമ്മളൊരു ലോക്കൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ തവണ ആ സബ് റൂട്ടീൻ കോൾ ചെയ്യുന്ന സമയത്തും ആ ലോക്കൽ ഡിക്ലറേഷൻ പാർട്ട് റീ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഗ്രാമിനകത്തുള്ള ഡിക്ലറേഷൻ പാർട്ട് ഓരോ തവണ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും അത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് സ്റ്റാറ്റിക് വേഴ്സസ് ഡൈനാമിക് ബൈൻഡിങ്.